ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്നലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് FC ഗോവയോട് പരാജയപ്പെട്ടിട്ടുള്ളത്. ഇതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകൾ അവസാനിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്ലേ ഓഫിന് യോഗ്യത നേടുക എന്നത് അസാധ്യമായ ഒരു കാര്യമാണ്. പക്ഷേ കൺഫർമേഷനുകൾ ഒന്നും വന്നിട്ടില്ല എന്നതുകൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആദ്യം നമുക്ക് പോയിന്റ് പട്ടിക ഒന്ന് പരിശോധിക്കാം. അതായത് ഒന്നാം സ്ഥാനത്ത് മോഹൻ ബഗാൻ, രണ്ടാം സ്ഥാനത്ത് ഗോവ, മൂന്നാം സ്ഥാനത്ത് ജംഷഡ്പൂർ, നാലാം സ്ഥാനത്ത് വരുന്നത് ബംഗളൂരു FC ആണ്. 21 മത്സരങ്ങളിൽ നിന്ന് 34 പോയിന്റാണ് ബംഗളൂരു FCക്കുള്ളത്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അഞ്ചാം സ്ഥാനത്ത് വരുന്നു, 32 പോയിന്റ്. അതുപോലെ തന്നെ മുംബൈ സിറ്റിക്ക് 32 പോയിന്റ് ഉണ്ട്, അവർ 6ആം സ്ഥാനത്താണ്. ഒഡീഷയ്ക്ക് 29 പോയിന്റ് ഉണ്ട്, 7ആം സ്ഥാനത്താണ്. ഈസ്റ്റ് ബംഗാളിന് 24 പോയിന്റ് ഉണ്ട്, 8ആം സ്ഥാനത്താണ്. കേരള ബ്ലാസ്റ്റേഴ്സ് 24 പോയിന്റുകളുമായി ഇപ്പോൾ 9ആം സ്ഥാനത്താണ്. പഞ്ചാബിനും ചെന്നൈക്കും ഇപ്പോൾ 24 പോയിന്റുകൾ തന്നെയാണ് ഉള്ളത്. 10ആം സ്ഥാനത്തും 11ആം സ്ഥാനത്തും അവരാണ് വരുന്നത്. ഏതായാലും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരള ബ്ലാസ്റ്റേഴ്സ്, പഞ്ചാബ് FC, ചെന്നൈയിൻ FC, ഈസ്റ്റ് ബംഗാൾ എന്നിവർ പുറത്തേക്കുള്ള വഴിയിലാണ്. അതായത് മുംബൈ, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, ഒഡീഷ ഈ 3 ടീമുകളിൽ ഏതെങ്കിലും 2 ടീമുകൾക്ക് 34 പോയിന്റ് ലഭിച്ചു കഴിഞ്ഞാൽ ഈ 4 ടീമുകളും പുറത്താകും. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ്, പഞ്ചാബ്, ചെന്നൈ, അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാൾ എന്നിവർ പുറത്താവുക മുംബൈ, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, ഒഡീഷ എന്നിവരെ ആശ്രയിച്ചുകൊണ്ടാണ്. ഈ 3 ടീമുകളിൽ ഏതെങ്കിലും 2 ടീമുകൾ 34 പോയിന്റ് സ്വന്തമാക്കിയാൽ ഈ 4 ടീമുകളും പുറത്താകും എന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെയുള്ളത്. മുംബൈക്കും ഒഡീഷയ്ക്കും 3 മത്സരങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് 2 മത്സരങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഈ 3 ടീമുകളിൽ ഏതെങ്കിലും 2 ടീമുകൾ 34 പോയിന്റ് നേടും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. അതായത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ഇപ്പോൾ 32 പോയിന്റ് ആണുള്ളത്, മുംബൈക്ക് 32 പോയിന്റ് ഉണ്ട്, ഇവർക്ക് 2 പോയിന്റ് മാത്രം മതി. ഒഡീഷയ്ക്ക് 29 പോയിന്റും ഉണ്ട്. അതായത് നേരത്തെ പറഞ്ഞ 4 ടീമുകളും പുറത്തേക്കുള്ള വഴി ഇപ്പോൾ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത 1-2 മത്സരങ്ങൾ കൊണ്ട് അതിലൊരു കൺഫർമേഷൻ നമുക്ക് ലഭിച്ചേക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.